ഗസയിൽ നിന്ന് 4 ബന്ദികളുടെ മൃതദേഹം ഹമാസ് കൈമാറി. ബാക്കിയുള്ള മൃതദേഹം കണ്ടെത്താൻ സമയം ആവശ്യമാണെന്നും ഹമാസ് അറിയിച്ചു. ഗസയിലെ യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കുക എന്ന സന്ദേശമാണ് ഇന്നലെ ഷർം ഷെയ്ഖിൽ ചേർന്ന ഉച്ചകോടി പങ്കുവച്ചത്. എസ് ബി കെ സുഹൈൽ വിവരങ്ങളുമായി ചേരുന്നു നമ്മോടൊപ്പം. സുഹൈൽ, ഗുഡ് മോർണിംഗ്. സുഹൈൽ, എന്തായാലും വലിയ ആശ്വാസവും സന്തോഷവും ഒക്കെ പകരുന്ന കാഴ്ചകളാണ് നമ്മൾ ഇന്നലെ ഗസയിൽ നിന്ന് കണ്ടത്. ഇന്നിപ്പോൾ അതിൻ്റെ തുടർച്ച എങ്ങനെയാണ്? രണ്ടാം ഘട്ട വെടിനിർത്തലിലേക്ക് കൂടി കാര്യങ്ങൾ എത്തേണ്ടതുണ്ട്. പൂർണ്ണമായ ബന്ദി കൈമാറ്റത്തിലേക്കും പോകേണ്ടതുണ്ട്. ഗസ ഇന്ന് നൽകുന്ന ദൃശ്യങ്ങളും വാർത്തകളും എന്തായിരിക്കും? സിഫുദ്ദീൻ, അമൃത, ഈ കഴിഞ്ഞ ദിവസം ഗസയിലായിരുന്നാലും അതേപോലെ തന്നെ ഇസ്രായേലായിരുന്നാലും വലിയ തരത്തിലുള്ള 2 വർഷത്തിന് ശേഷമുള്ള ഏറ്റവും ആഹ്ലാദകരമായിട്ടുള്ള കാഴ്ച കണ്ട ദിവസമാണ്. 2000-ഓളം ഫലസ്തീനികളെയാണ് ഇന്നലെ ഇസ്രായേൽ വിട്ടയച്ചത്. അതിൽ കുറെ ആളുകൾ വെസ്റ്റ് ബാങ്കിലേക്കും കുറെ ആളുകൾ ജെറുസലേമിലേക്കും ബാക്കി 1700-ഓളം ആളുകൾ ഗസയിലേക്കും തിരിച്ചെത്തി. അവിടെ പല ആളുകളും തങ്ങളുടെ മക്കൾ നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച ആളുകളായിരുന്നു. അവർ തിരിച്ചെത്തുന്ന കാഴ്ചകൾ, അതേപോലെ തന്നെ തിരിച്ചെത്തും എന്ന് വിചാരിച്ച രക്ഷിതാക്കൾക്ക് അവരെ കിട്ടാത്തതിന്റെ പ്രതിസന്ധി, ഇതെല്ലാം നമ്മൾ ഗസയിൽ കണ്ടു. ഇപ്പോൾ ഏതായിരുന്നാലും 4 ബന്ദികളുടെ മൃതദേഹം മാത്രമാണ് ഹമാസിന് കണ്ടെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. അവർ ഇസ്രായേലിന് കൈമാറുകയും ചെയ്തു. ഈ ബാക്കിയുള്ള 28-ൽ 24 മൃതദേഹം കൂടി അവിടെ ബാക്കിയുണ്ട്. അത് എവിടെയാണ് എന്ന് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ അറിയിക്കുന്നത്. ഇത് വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണ്. ആദ്യ ദിവസം തന്നെ ഈ 48 പേരെയും എത്തിക്കേണ്ടതുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ പ്രശ്നങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇസ്രായേലി മാധ്യമങ്ങളിൽ മുഴുവൻ നമ്മൾ കാണുന്നത് അതാണ്. ഹമാസ് ആദ്യഘട്ടത്തിൽ തന്നെ ഈ ഒരു കരാറിനെ ലംഘിച്ചു എന്നൊക്കെയുള്ള വാർത്തകൾ അവർ പുറത്തുവിടുന്നു. ഔദ്യോഗികമായി ഇസ്രായേൽ അത്തരമൊരു വാദം ഉന്നയിച്ചിട്ടില്ല എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മറുഭാഗത്ത് നമുക്ക് ഇസ്രായേലിന്റെ ഭാഗത്തേക്ക് വരിക്കാൻ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട 20 പേരെയും അവരുടെ കുടുംബങ്ങളിലേക്ക് തന്നെ തിരിച്ചെത്തിക്കാൻ സാധിച്ചിരിക്കുന്നു. അവർക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ അത്ഭുതകരമായിട്ടുള്ള ആ റീയൂണിയൻ, അതിൽ ഇസ്രായേലി മാധ്യമങ്ങളിൽ എവിടെ നമ്മൾ പരിശോധിച്ചാലും അവരുടെ ഓരോരുത്തരുടെയും കഥകൾ പറയുകയാണ്. പല കുട്ടികളോടും ഇങ്ങനെ ആളുകൾ തിരിച്ചു വരുന്നു എന്ന് അറിയിച്ചില്ലായിരുന്നു. അവസാന നിമിഷം വരെ അത് സംഭവിക്കുമോ എന്നുള്ള ആശങ്കയൊക്കെ അവർക്കുണ്ടായിരുന്നു. ഒടുവിൽ ആ ഒരു സമാഗമം നമ്മൾ ഇസ്രായേലിൽ കാണുന്നു. രാഷ്ട്രീയ രംഗത്തേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഷർം ഷെയ്ഖിൽ നടന്ന ആ ഉച്ചകോടി എന്ന് പറയുന്നത് അത് പൊതുവെ പങ്കുവെച്ചൊരു വികാരം യുദ്ധം അവസാനിക്കുന്നു എന്നുള്ളതാണ്. നെതന്യാഹുവിനോട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനോട് യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞൊരു കാര്യം ഇനി യുദ്ധത്തിലേക്ക് തിരിച്ചു പോകരുത് എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നെസറ്റിൽ നടന്ന പ്രസംഗത്തിലായിരുന്നാലും ഷർം ഷെയ്ഖിൽ നടന്ന ട്രംപിന്റെ പ്രസംഗമായിരുന്നാലും അവിടേക്ക് അദ്ദേഹം ഊന്നി ആവർത്തിച്ചു പറഞ്ഞ കാര്യം യുദ്ധം അവസാനിച്ചു, ഗസയിലെ യുദ്ധം അവസാനിച്ചു എന്നുള്ളത് തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കുന്നത് ഇനി യുദ്ധത്തിലേക്ക് പോകരുത് എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനോട് ശക്തമായി തന്നെ ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അതിന് പകരമായി ഡൊണാൾഡ് ട്രംപ് നെതന്യാഹുവിന് നൽകിയ ഉറപ്പ് യുദ്ധലക്ഷ്യങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കും എന്നുള്ളതാണ്. അങ്ങനെ യുദ്ധലക്ഷ്യങ്ങൾ ഓരോന്നോരോന്നായി ട്രംപ് പൂർത്തീകരിച്ചു കൊടുക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം ബന്ദിമോചനമായിരുന്നു. അത് ആദ്യഘട്ടത്തിൽ നടക്കുന്നു. രണ്ടാമത്തേത് ഹമാസിന്റെ നിരായുധീകരണം എന്നുള്ളതാണ്. ആ ഹമാസിന്റെ നിരായുധീകരണത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഹമാസ് വഴങ്ങുന്നില്ല എങ്കിൽ ഒരു അന്താരാഷ്ട്ര സേന എന്നുള്ളതാണ് ട്രംപിന്റെ മനസ്സിലുള്ളത്. കഴിഞ്ഞ ദിവസം ഷർം ഷെയ്ഖിൽ എത്തുമ്പോൾ മാധ്യമപ്രവർത്തകർ ട്രംപിനോട് ചോദിച്ചു, ആദ്യഘട്ടം പുരോഗമിക്കുകയാണല്ലോ, ഇനി രണ്ടാം ഘട്ടത്തെ കുറിച്ചുള്ള ചർച്ചകൾ എപ്പോഴാണ് ആരംഭിക്കുക എന്ന ചോദ്യത്തിന് ട്രംപ് നൽകിയ മറുപടി, രണ്ടാം ഘട്ടം എപ്പോഴും ആരംഭിച്ചു കഴിഞ്ഞു, അതിന്റെ ചർച്ചകൾ എപ്പോഴോ തുടങ്ങി എന്നുള്ളതാണ്. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ട്രംപിന്റെ ഒരു മനസ്സിലുണ്ട്. അതെന്താണെന്ന് നടപ്പിലാക്കുക മാത്രമാണ് ചെയ്യുന്നത്. പക്ഷേ ഹമാസിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു നയം അല്ലെങ്കിൽ ഒരു നിലപാട് അത് മുന്നോട്ട് പോകുമോ എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഹമാസിനോട് ഈ ഒരു ബന്ദിമോചനം പൂർണ്ണമായി കഴിഞ്ഞാൽ, ഈ 28 മൃതദേഹവും ഇസ്രായേൽ എത്തിക്കഴിഞ്ഞാൽ അടുത്ത ഒരു നടപടി എന്ന നിലയിൽ ഹമാസിനോട് നിരായുധീകരിക്കപ്പെടാനുള്ള ആവശ്യപ്പെടുക എന്നുള്ളതാണ്. ഹമാസ് അതിന് വഴങ്ങുന്നില്ല എങ്കിൽ അവിടേക്ക് ഒരു ഇന്റർനാഷണൽ സ്റ്റെബിലിറ്റി ഫോഴ്സ് എന്ന പേരിൽ ISF എന്ന പേരിലുള്ള ഒരു സേനയെ ഇറക്കുക. അതിൽ അമേരിക്കയുടെയും അതേപോലെ തന്നെ തൊട്ടടുത്ത രാജ്യങ്ങളുടെയും ഈജിപ്തിന്റെയും അതേപോലെ തന്നെ GCC രാഷ്ട്രങ്ങളുടെയും എല്ലാം സേനയുണ്ടാവും. ഒപ്പം യൂറോപ്യൻ രാജ്യങ്ങളുടെ സേനയുണ്ടാവും. ആ സേനയെ ഉപയോഗപ്പെടുത്തി ഹമാസിനെ അമർച്ച ചെയ്യുക എന്നുള്ള ഒരു നിലപാടാണ് ട്രംപിനുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇസ്രായേലിൽ വെച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകർ
ട്രംപിനോട് ചോദിച്ചു, ഈ ഹമാസ് വീണ്ടും ആയുധം അണിയുകയാണല്ലോ, ഈ ഹമാസിന്റെ നിരായുധീകരണം എന്തൊക്കെയാണ് താങ്കളുടെ 20-ദിന പദ്ധതിയിലുള്ളത് എങ്കിൽ കഴിഞ്ഞ ദിവസം ഹമാസ് അവരുടെ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണല്ലോ ഈ ബന്ദി കൈമാറ്റം അടക്കം നടക്കുന്നത്, അതെങ്ങനെയാണ് സാധ്യമാവുക എന്ന് ചോദിച്ചപ്പോൾ ട്രംപ് പറഞ്ഞത്, അത് ഞങ്ങൾ തന്നെ സമ്മതിച്ചതാണ്. ഹമാസിന് കുറച്ചു കാലത്തേക്ക് ആയുധം ഉപയോഗിക്കാനും ഉള്ള അവസരം ഞങ്ങൾ തന്നെ കൊടുത്തതാണ്. അത് നാം കൊടുത്ത ഗ്യാരണ്ടിയാണ്. അത് കുറച്ചു കാലത്തേക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഈ ബന്ദി കൈമാറ്റത്തിനും അവിടെ കുറെ കാലമായി യുദ്ധം നടക്കുന്ന ഒരു സ്ഥലത്ത് സമാധാനം സ്ഥാപിക്കാനും ആയുധങ്ങൾ ആവശ്യമാണ് എന്ന് പറഞ്ഞ് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ട്രംപിനെ നമ്മൾ കണ്ടു. ഇനി അതിനുശേഷം അവിടേക്ക് സ്വാഭാവികമായും ട്രംപിന് പലതരത്തിലുള്ള പദ്ധതികളുണ്ട്. ജേഡ് കുഷ്ണറുടെ അടക്കമുള്ള പദ്ധതികൾ അത് ഗസ പിടിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഗസയിലുള്ള ആളുകളെ അവിടെ നാട്ടിപ്പായിക്കാതെ തന്നെ അവരുടെ നിയന്ത്രണം വേറെ ഒരു ഏജൻസി കൈമാറുക എന്നൊക്കെയുള്ളതാണ് ട്രംപിന്റെ പ്ലാൻ. അപ്പോൾ നമ്മൾ വിചാരിച്ചത് ഒക്ടോബർ 7 ഇതിന്റെ 2ാം വാർഷികത്തോടു കൂടി പുതിയ ഒരു തലത്തിലേക്ക് കടക്കുന്നു, ബന്ദിമോചനം നടക്കുന്നു, അതോടുകൂടി ഗസ ശാന്തമാകുന്നു എന്നൊക്കെയാണ് പൊതുവെ നമ്മൾ വിചാരിക്കുന്നത്. എങ്കിൽ അങ്ങനെയല്ല. ഇനിയാണ് യഥാർത്ഥത്തിൽ കളികൾ ആരംഭിക്കാൻ പോകുന്നത്. ഈ ബന്ദിമോചനം പൂർണ്ണമായി കഴിഞ്ഞാൽ ഇടപെടൽ തുടങ്ങുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ തന്നെ ഒരു 50-53% മാത്രമാണ് IDF ഗസയിൽ നിന്ന് പിൻവാങ്ങിയിട്ടുള്ളത്. ബാക്കി അവിടെ നിരന്നു നിൽക്കുകയാണ്. അവരൊരു വിത്ഡ്രോവൽ ലൈൻ വരച്ചുകൊണ്ട്. അത് ഇനി മുന്നോട്ട് പോകണമോ അതോ പിറകോട്ട് പോകണമോ എന്നുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ഇനി ഹമാസിന്റെ പ്രവർത്തനങ്ങളെ ആശ്രയിച്ചാണ് എന്നാണ് ഇസ്രായേൽ പറയുന്നത്. അപ്പോൾ ഈ ISF എന്ന് പറയുന്ന അന്താരാഷ്ട്ര സന്നദ്ധ സേന, സൈനിക സേന എന്ന് പറയുന്നത്, അതിലേക്ക് ഇസ്രായേൽ കൂടി പങ്കാളിയാകുന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. ഹമാസിന് ഈ ബന്ദികളെ വിട്ട് നൽകി കഴിഞ്ഞാൽ പിന്നീട് ഹമാസിനെ പരിഗണിക്കേണ്ടതില്ല എന്ന ഒരു നിലപാടുണ്ട്. പക്ഷേ ഇത് ഗസയാണ് ഭൂമി. അവിടെ ഹമാസിനെ പരിഗണിക്കാതെയുള്ള വിദേശ സേനയും അവരുടെ പ്രവർത്തനങ്ങളും എന്നൊക്കെ പറയുന്നത് എത്രത്തോളം സാധ്യമാകും എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം അവിടെ നിലനിൽക്കുകയാണ്. ശരി, പി കെ സുഹൈലാണ് വിവരങ്ങൾ നൽകിയത്.